രാഹുൽ മാങ്കൂട്ടം നേതാക്കളുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ കൂടുതൽ പല സ്ഥലത്തും സ്ഥാനാർത്ഥി പോകുന്ന സ്ഥലത്ത് പലരുമായിട്ട് ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടാവും. ഇപ്പോൾ വെൽഫെയർ പാർട്ടിക്കെതിരായിട്ട് ആഞ്ഞടിക്കുമല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ, ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ട്. എൻ്റെ മൊബൈൽ ഫോണിൽ പിണറായി വിജയനും ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറും കൂടി നിൽക്കുന്ന ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് കൂടുന്നതുകൊണ്ട് ചെന്നിത്തലയ്ക്ക് എന്തിൻ്റെ അസുഖമാണ് എന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രിയായി ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം. ദേശാഭിമാനി പത്രം 96 ഏപ്രിൽ 22 എഴുതിയ ദേശാഭിമാനി പത്രത്തിൻ്റെ മുഖപ്രസംഗം ഞാൻ കാണിച്ചു തരാം. അതായത് ജമാഅത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രസംഗം. എല്ലായിടത്തും ജമാഅത്ത് ഇസ്ലാമി ഒരുമിച്ചായിരുന്നില്ലേ CPM. എന്നിട്ട് ഇപ്പോൾ വന്ന് പറയാം നിങ്ങളുടെ കൂടെ ഫോട്ടോ ഞാൻ 100 എണ്ണം കാണിച്ചു തരാം. പിണറായി വിജയൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം, ഇഷ്ടംപോലെ പണം കാണിച്ചു തരാം. അല്ല, ഞങ്ങള് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കില്ല. അവര് പരസ്യമായി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ അന്നങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചല്ലോ, അല്ല എടുത്തല്ലോ. എല്ലാ ദിവസവും രാവിലെ അത് നിങ്ങൾക്ക് എല്ലാം തന്നതല്ലേ, എഴുതി തന്നതല്ലേ. അല്ലല്ല, കേൾക്ക് അല്ല, തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ എല്ലാവരും വോട്ട് വാങ്ങിക്കും. ഞങ്ങൾ ജനറലി പറഞ്ഞു, നിങ്ങൾ ആരും പിണറായി വിജയനോടൊരു ചോദ്യം ചോദിച്ചില്ലല്ലോ. ഇവിടെ എറണാകുളത്തെ സ്ഥാനാർത്ഥിയുടെ എഴുതി വെച്ചേക്കണ ബോർഡ് എൻ്റെ കയ്യിലുണ്ട്. PDP പിന്തുണയുള്ള ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഇന്നയാളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് LDF കമ്മിറ്റി എഴുതി വെച്ചേക്കണ ബോർഡ് എവിടെയെന്നറിയാം? കുറച്ച് PDPക്കാരുള്ള കുറച്ച് മുസ്ലിം വോട്ടുള്ള സ്ഥലത്തുകൊണ്ട് ആ ബോർഡ് വെച്ചിരിക്കുകയാണ്. ആ ബോർഡ് വെച്ചിരിക്കുക. ഞങ്ങൾ പറഞ്ഞല്ലേ, ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല. അതാ ഞങ്ങളുടെ നിലപാട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യത്തെ 35 ദിവസം പാർലമെന്റ് ഇലക്ഷനിൽ പറഞ്ഞത് CAA, മറ്റേ ഹമാസ്, മറ്റേ ഗാസയിലെ പോരാട്ടം ഒക്കെ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ മിണ്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ നേരെ മാറിയിട്ട് പാണക്കാട് ഷിഹാബലി തങ്ങൾ, SDPI, പിന്നെന്താ വെൽഫെയർ പാർട്ടി എന്നൊക്കെ പറയും. ഈ വെൽഫെയർ പാർട്ടിയായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾക്ക് ഇപ്പോൾ ഇട്ടുതരാം. എൻ്റെ മൊബൈൽ ഫോണിലുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം. അത് പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം. ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പല്ല, ഇതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് പാർട്ടി സെക്രട്ടറി ആയിരിക്കും SDPIയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട്. ഇവരെയൊക്കെ പിടിക്കാൻ വേണ്ടി UDF കുറേ നോക്കിയതാ. പക്ഷെ അവർക്ക് അറിയാം ആരുടെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ ഞങ്ങളുടെ കൂടെ നിന്നു എന്ന് ഈ പിണറായി വിജയൻ നടത്തേക്കുന്ന പ്രസംഗം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചുതരാം. ഇപ്പോൾ നിങ്ങൾ അദ്ദേഹത്തോടൊന്ന് പോയി ചോദിക്കും, അദ്ദേഹം എന്താണ് ഇങ്ങനെ ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ ഇത്രയും പെട്ടെന്ന് ഈ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും മാറ്റി ഇങ്ങനെ പിടിക്കുന്നതെന്ന് ചോദിക്കുക. ഞങ്ങളൊക്കെ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി നിന്നിരുന്ന ആളല്ലേ. ഇദ്ദേഹത്തോടൊരു ചോദ്യം പോലും ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല.